കൊല്ലത്തും നേവി ജയശങ്കർ കൂടി ചേർന്നു. കൊല്ലത്തും വ്യാപകമായ മഴയുണ്ട്. പ്രത്യേകിച്ച് കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ കാര്യമായി മഴ പെയ്യുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്താണ് ജയശങ്കർ, അവിടെ അതിതീവ്രമായ മഴയുണ്ടോ കൊല്ലം ജില്ലയിൽ? നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ബീച്ചിനോട് ചേർന്ന പ്രദേശത്താണ്. ഇവിടെ വലിയ മഴക്കോളുണ്ട്, കടലൊക്കെ ഇരമ്പി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും ഈ കണ്ടെയ്നർ മറിഞ്ഞുള്ള അപകടത്തിൽ കൊല്ലം തീരത്ത് കൂടുതൽ വസ്തുക്കൾ വന്ന് അടിയുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പേപ്പർ റോളുകളാണ്, കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി വന്നടിഞ്ഞ പേപ്പർ റോളുകളാണ് ദൃശ്യത്തിൽ കാണുന്നത്. നിരവധി പേപ്പർ റോളുകൾ ഈ തീരത്ത് ഇന്നലെ രാത്രിയോടുകൂടി വന്നടിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കണ്ടെയ്നർ കൂടി, ഒരു തകർന്ന കണ്ടെയ്നർ കൂടി കൊല്ലം പാപനാശം ഭാഗത്ത് വന്നടിഞ്ഞ സാഹചര്യമാണ് നിലവിലുള്ളത്. വലിയൊരു മഴക്കോളുണ്ട്. ഒപ്പം തന്നെ ഈ ബീച്ചിനോട് ചേർന്ന് തന്നെ കുറച്ചധികം പ്ലാസ്റ്റിക് ചാക്കുകളും വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന റോ മെറ്റീരിയലാണ് വന്നടിഞ്ഞതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ കുറച്ചങ്ങോട്ട് മാറിയാണ് നേരത്തെ സൂചിപ്പിച്ച ആ കണ്ടെയ്നർ അവിടെ നിൽക്കുന്നത്. എന്തായാലും ഇങ്ങോട്ട് പോലീസൊന്നും ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. കുറച്ച് അപ്പുറത്താണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി മറ്റൊരു കണ്ടെയ്നർ വന്ന് അടിയുന്ന സാഹചര്യം ഉണ്ട്. ഏതായാലും കൊല്ലം തീരത്തെ സംബന്ധിച്ച് കൂടുതൽ കണ്ടെയ്നറുകൾ വന്നടിയുന്നു. ഒപ്പം തന്നെ ഈ കണ്ടെയ്നറുകളിൽ നിന്ന് നഷ്ടപ്പെട്ട മാലിന്യങ്ങൾ, റോ മെറ്റീരിയലുകളും വന്നടിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒപ്പം തന്നെ ഈ പ്രതികൂല കാലാവസ്ഥയുമുണ്ട്. വലിയ തോതിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. വലിയൊരു മഴയുടെ ഇരമ്പക്കം ഇവിടെയുണ്ട്. കടലും വളരെയധികം പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് തന്നെ പ്രതികൂല കാലാവസ്ഥയാണുള്ളത്. എന്തായാലും കൊല്ലം ജില്ലയിൽ ശക്തമായ മഴയുണ്ടാകുന്ന കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടൽക്ഷോഭം ഉൾപ്പെടെ ഉള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഈ കണ്ടെയ്നറുകൾ ഈ കടപ്പുറത്ത് നിന്ന് തുറമുഖത്തേക്ക്, കൊല്ലം തുറമുഖത്തേക്ക് മാറ്റുമെന്ന കാര്യത്തിലും ആശങ്കയുണ്ട്. എന്തായാലും വലിയ മഴക്കോളുണ്ട്. ഒപ്പം തന്നെ പ്രതികൂല കാലാവസ്ഥയിലും കണ്ടെയ്നറുകൾ മാറ്റാനുള്ള ഒരു നടപടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ഉൽപ്പന്നങ്ങൾ, കൂടുതൽ വസ്തുക്കൾ കരക്കടിയുന്നു. വലിയ ജാഗ്രത പൊതുജനങ്ങൾ പാലിക്കണമെന്നൊരു നിർദ്ദേശം എന്തായാലും ജില്ലാ ഭരണകൂടം നൽകുന്നു. ജയശങ്കറാണ് വിവരങ്ങൾ നൽകി. പി ചന്ദ്രമതി. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും KSEBിയുടെ ജീവനക്കാർ 24 മണിക്കൂറും ഇപ്പോൾ ജോലി ചെയ്യുന്നു. അവരെയൊന്ന് അഭിനന്ദിക്കണം. തീർച്ചയായിട്ടും ഈ മഴക്കാലം അവർക്ക് വലിയ വെല്ലുവിളിയാണ്. അവർ ജീവൻ കയ്യിലെടുത്ത് വേണം ഈ ജോലിയൊക്കെ ചെയ്യാൻ. പൊട്ടിക്കിടക്കുന്ന വൈദ്യുത കമ്പികളുടെ കണക്ക് ഇന്നലെയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ.